ഗാന്ധിക്ക് രേഖാമൂലം മറുപടി നൽകി അമിത്ഷാ. വയനാട് ദുരന്ത സഹായവും സ്വീകരിച്ച നടപടികളും വിശദമാക്കിയാണ് മറുപടി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, അമിത്ഷാ എന്തു മറുപടിയാണ് പ്രിയങ്കയ്ക്ക് വയനാട് വിഷയത്തിൽ നൽകിയിരിക്കുന്നത്? ലക്ഷ്മി, മറുപടിയിലെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച മറുപടി പ്രിയങ്കയുടെ വസതിയിൽ എത്തിച്ചത്. ഈ പ്രിയങ്ക ഗാന്ധി എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് വിശദമായ മറുപടി എന്നത് നമുക്ക് അല്പസമയം കഴിഞ്ഞ് മാത്രമേ അറിയാൻ കഴിയും. എന്നാലും ലഭിക്കുന്ന വിവരമനുസരിച്ച് നവംബർ 13 മാത്രമേ സംസ്ഥാന സർക്കാർ ദുരന്തം സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളൂ. മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ഈ രീതിയിലുള്ളതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച മറുപടി അത് അവർ ഇതുവരെ പുറത്തേക്ക് വെച്ചിട്ടില്ല. പ്രിയങ്ക ഗാന്ധി തന്നെ ഇത് എംപിമാർക്ക് നൽകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കാരണം 19 എംപിമാർ ഒപ്പിട്ട നിവേദനത്തിന് മറുപടിയായിട്ടാണ് സ്ഥലം എംപി എന്ന നിലക്ക് അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് രേഖാമൂലം മറുപടി നൽകിയത്. ഈ മറുപടിയിൽ എന്തൊക്കെയുണ്ട്, എന്താണ് ഉള്ളടക്കം എന്ന വിവരങ്ങൾ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമേ അറിയുള്ളൂ. അവര് ഇത് സംബന്ധിച്ച് കേരള എംപിമാർക്ക് ഇന്ന് 12 മണിയോടെ പാർലമെന്റിൽ ഇതിന്റെ കോപ്പി വിതരണം ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോഴത്തെ നിലവിൽ അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് വ്യക്തമായ ഒരു സൂചന നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. ലക്ഷ്മി പത്മ, ഉരുൾപൊട്ടലുണ്ടായ വയനാടിന് അടിയന്തര സഹായമായി 2221 കോടി രൂപയുടെ അടിയന്തര സഹായം വേണമെന്നും രാഷ്ട്രീയം മാറ്റിവെച്ച് മാനുഷികമായ പരിഗണന കാണിക്കണം എന്നുമാണ് അമിത്ഷായോട് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നത്. പ്രിയങ്ക ഉന്നയിച്ച വിഷയങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകിയിട്ടുണ്ട്. എന്തു മറുപടിയാണ് അദ്ദേഹം നൽകിയത് എന്ന കാര്യം അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശരത് ലാൽ.